20 കളർ സ്റ്റിമുലേഷനാണുള്ളത്. പക്ഷേ ഇതൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. 40 മെഗാ പിക്സൽ ഔട്ടാണ് വരുന്നത്. ഗ്ലോബൽ ഷട്ടർ പോലെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. കളറിൻ്റെ കാര്യത്തിൽ ലോകത്തിറങ്ങിയ എല്ലാ ക്യാമറകൾ വെച്ച് നോക്കുകയാണെങ്കിലും ഫിജിയുടെ കളറിൻ്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. അവരുടെ എക്സ്ട്രാ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അവരുടെ കളർ സയൻസ് പറയുകയാണെങ്കിലും അതിൻ്റെ പല പേറ്റൻറ്റും അവരുടെ കയ്യിലിരിക്കുന്നുണ്ട്. കളറിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു കമ്പനിയാണ് ഫിജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫിജിയുടെ X100 സീരീസ് ആണ്. ഇത് നേരത്തെ X100 മുതൽ ഒരുപാട് സീരീസ് ഉണ്ട്. ST അങ്ങനെ പല സീരീസ് ഉണ്ടായിരുന്നു. അവൻ്റെ അവസാനത്തെ ഒരു ക്യാമറയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള BSI സർട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ക്യാമറയാണ്. പക്ഷേ നിങ്ങൾ BNTechലോ ബാക്കിയുള്ള സൈറ്റുകളിലോ ഫോറിൻ സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നൊരു ക്യാമറയാണ്. മാത്രമല്ല 1934 ഫിജിയുടെ ക്യാമറ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 1934 ക്യാമറകൾ സ്പെഷ്യൽ എഡിഷനായിട്ട് ഫിജി ഈ ക്യാമറ ഇറക്കുന്നുണ്ട്. ഒരു ക്യാമറ വാങ്ങിയതിന് ശേഷം എത്ര കാലം കഴിഞ്ഞ് വിറ്റാലും അതിൽ കൂടുതൽ വില കിട്ടാൻ സാധ്യതയുള്ള ഒരു എഡിഷനായിട്ടാണ് ഫിജി അതിനെ കാണുന്നത്. പിന്നെ 20 കളർ സ്റ്റിമുലേഷനാണ് ഇതിനകത്ത് ഫിജി കൊണ്ടുവന്നേക്കുന്നത്. എന്തുകൊണ്ട് 20 എന്ന് ചോദിച്ചാൽ ഫിജിയുടെ കളർ സ്റ്റിമുലേഷൻസ് ഇറങ്ങിയിട്ട് 20 വർഷമാവുന്നു. അപ്പോൾ ആ 20 വർഷത്തിന് ആനുപാതികമായിട്ട് 20 കളർ സ്റ്റിമുലേഷനാണുള്ളത്. പിന്നെ ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 1,65,000 മുതൽ 1,75,000 രൂപ വരെ വില വരുന്ന ഒരു ക്യാമറയാണിത്. പക്ഷേ ഇതൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. ഇതിനകത്ത് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അഡാപ്റ്റേഴ്സ് ഉപയോഗിക്കാം. സൂം അഡാപ്റ്റർ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ വൈഡ് അഡാപ്റ്റർ ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ഇൻബിൽറ്റ് വരുന്നത് 23 mm ഒരു ലെൻസാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഷട്ടർ എന്ന് പറഞ്ഞാൽ ക്യാമറയിലല്ല എൻ്റെ ഷട്ടർ വരുന്നത്, ലെൻസിലാണ്. ഏകദേശം 20 ലക്ഷത്തോളം വില വരുന്ന ഹസൽബാൻഡ് ക്യാമറകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലീഫ് ഷട്ടർ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഗ്ലോബൽ ഷട്ടർ പോലെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. ട്രാവലിനായിക്കോട്ടെ വ്ളോഗിനായിക്കോട്ടെ നമുക്ക് പോക്കറ്റിൽ പോലും കൊണ്ടുവെടുക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് സൈസിൽ. ഫിജിയുടെ ഓരോ ക്യാമറകൾ പറയുമ്പോഴും പഴയ ഫിലിം ക്യാമറകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡിസൈൻ, വളരെ മനോഹരമായൊരു ഡിസൈനിലാണ് ഫിജി ഇപ്പോഴും ക്യാമറകൾ പുറത്തിറക്കുന്നത്. മാത്രമല്ല ഇത് 40 മെഗാ പിക്സൽ ക്യാമറയാണ്. ഈ ഒരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറയിൽ 40 മെഗാ പിക്സൽ ഔട്ടാണ് വരുന്നത്. X100 5th സീരീസ് സെൻസറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുക. അടുത്ത മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആവും. ഓക്കെ, താങ്ക് യു.